ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഡേ ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു. നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിങ്ങളെ സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അതിൽ പറഞ്ഞത്. അതിൽ നമ്മൾ വിനോദത്തെക്കുറിച്ച്, ഹോബീസിനെ കുറിച്ചൊക്കെ പറയണ്ടായി. അപ്പോൾ ഒരു ഹോബി പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹോബി എന്ന് പറയുന്നത് ഒരു പലതരം ഹോബീസ് ഉണ്ട്. ഇന്ന് പറഞ്ഞു തരുന്ന ഒരു ഹോബി എന്ന് പറയുന്നത് സ്റ്റാമ്പ് കളക്ഷനാണ്. സ്റ്റാമ്പ് കളക്ഷൻ നല്ല ഒരു വിനോദമാണ്, അല്ലെങ്കിൽ നല്ലൊരു ഹോബിയാണ്. നമുക്ക് സമയം ചെലവഴിക്കാനും സമയത്തെ വിജ്ഞാനപ്രദമായി ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഹോബിയാണ്. ഫലാറ്റലി എന്നാണ് സ്റ്റാമ്പ് കളക്ഷന് പറയുന്ന പേര്. അങ്ങനെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് ഫലാറ്റലിസ്റ്റ് എന്ന്. അപ്പോൾ ഇത് ഫലാറ്റലി എന്നത് നല്ല ഒരു ഹോബിയാണ്. എന്നാൽ ടീച്ചറുടെ സ്റ്റാമ്പ് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. എങ്ങനെയാണ് സ്റ്റാമ്പ് കളക്ട് ചെയ്യുക, കുട്ടികളെ എങ്ങനെയാണ് സ്റ്റാമ്പ് കളക്ട് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ ശേഖരിച്ച് വെക്കേണ്ടത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇത് ഒരു സ്റ്റാമ്പ് കളക്ഷൻ ബുക്കാണ്. ഇത് പഴയ മുന്നേ കാലത്തൊക്കെ ടീച്ചറൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന വീട്ടിലെ കുട്ടികളും എല്ലാവരും കൂടിയൊക്കെ ചേർന്നിട്ടാണ് ഇതിലേക്കുള്ള സ്റ്റാമ്പുകളൊക്കെ ശേഖരിച്ചത്. അപ്പോൾ ഇതിലൊരു 8 പേജുള്ള ഒരു പുസ്തകമാണ്. ഈ സ്റ്റാമ്പ് കളക്ഷൻ ബുക്കിൽ പല രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലെ ഒക്കെ സ്റ്റാമ്പുകളാണ് ഉള്ളത്. സ്റ്റാമ്പുകൾ എപ്പോഴും ഓരോ രാജ്യങ്ങളുടെ പ്രത്യേകതകളെയാണ് എടുത്തു കാണിക്കുന്നത്. അതാത് രാജ്യങ്ങളിലെ ഫ്ലാഗുകൾ, അതുപോലെ തന്നെ അവരുടെ ദേശീയ മൃഗങ്ങൾ, ദേശീയ പക്ഷികൾ, അതുപോലെ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രത്യേക ഉത്സവങ്ങൾ, സ്പോർട്സ് കാര്യങ്ങൾ, ഇങ്ങനെ അതുപോലെ തന്നെ ലീഡേഴ്സ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഓരോ സ്റ്റാമ്പുകളും നമുക്ക് തുറന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഒരു കൃത്യമായ രീതിയിൽ ഒരു രാജ്യങ്ങളൊക്കെ ക്രമത്തിൽ വെച്ച്, അല്ലെങ്കിൽ ദേശീയ പക്ഷികൾ, മൃഗങ്ങൾ, ഫ്ലാഗ്സ്, ഇങ്ങനെയൊക്കെ തരം തിരിച്ച് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇതുമാതിരി നോക്കിയതിപ്പോൾ ഇത് പഴയ കാലത്തെ ഒരു ശേഖരിച്ച് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ പുസ്തകത്തിലെ പണ്ടൊക്കെ നോട്ട്ബുക്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമാതിരിയുള്ള ആൽബങ്ങളൊക്കെ മേടിച്ചിട്ട് അതിലൊക്കെ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാമ്പ് ഇപ്പോൾ നോക്കൂ, ഇതിൽ പല രാജ്യങ്ങളുടെ നമ്മൾ കേട്ട് പരിചയം പോലും ഇല്ലാത്ത രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ പോലും നമുക്ക് കിട്ടിയാൽ എടുത്തു വയ്ക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനെ അവിടുത്തെ അപ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് അറിയാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ ഒരു ശ്രമം നടത്തും. അപ്പോൾ ഇതൊരു സ്റ്റാമ്പ് എടുത്തു വയ്ക്കുക ചെറിയൊരു ചിത്രത്തിൻ്റെ കഷ്ണമാണ് എന്നതിലപ്പുറം വലിയ ഒരു അറിവാണ് ശരിക്കും ഓരോ സ്റ്റാമ്പുകളും നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. നോക്കൂ, ഇത് വേറൊരു പുസ്തകമാണ്, വേറൊരു സ്റ്റാമ്പ് കളക്ഷൻ ബുക്കാണ്. ഈ ബുക്കിൽ നോക്കൂ, ഒരു സ്റ്റാമ്പ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ സ്റ്റാമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാമ്പാണ്. അതായത് ഫസ്റ്റ് മാൻ ഓൺ ദി മൂൺ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇറക്കിയിട്ടുള്ള, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറക്കിയിട്ടുള്ള ഒരു സ്റ്റാമ്പാണ്. ഇത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയതിൻ്റെ നീൽ ആംസ്ട്രോങ്ങിൻ്റെ പടമുള്ള ഈ സ്റ്റാമ്പൊക്കെ ഇന്നും വളരെ പ്രസക്തമാണ്. അപ്പോൾ ഓരോ സ്റ്റാമ്പുകളും ഓരോ കാലഘട്ടത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരോ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകളുണ്ട്. ഇത് മുഴുവൻ ഒക്കെ ഇന്ത്യൻ സ്റ്റാമ്പുകളാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റാമ്പുകളെല്ലാം കൂടി ഒരു പുസ്തകത്തിൽ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ നല്ല ഒരു ഫലാറ്റലിസ്റ്റ് ആവണം എന്നാണ് പറയാനുള്ളത്. ഇന്ന് തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള ഹോബീസൊക്കെ തുടങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ ബുക്കിലുള്ള സ്റ്റാമ്പുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 7 പേജ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കും പിന്നെ ഒരു 5 പേജ് അടങ്ങിയിട്ടുള്ള വേറൊരു ബുക്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ബ്ലൂ ബുക്കിന് നമ്മളന്ന് പേ ചെയ്തത് 55 റുപ്പീസാണ്. റെഡിന് നമ്മൾ 35 രൂപയാണ് കൊടുത്തത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ സ്റ്റാമ്പ്സ് നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ അനങ്ങാതെ അവിടെ തന്നെ നിന്നോളും. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ, ഹോങ്കോങ്, ശ്രീലങ്ക,
കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, മൗറീഷ്യസ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ നമുക്കൊന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാടൊന്നുമില്ല, നിങ്ങൾ കുറേ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. കത്തുകളൊക്കെ വരുമ്പോൾ അങ്ങനെ പല പോസ്റ്റലായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതെല്ലാം എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ശേഖരിക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. സ്നേഹപൂർവ്വം, കൃഷ്ണ ടീച്ചർ.